ശക്തിപീഠങ്ങളെ കുറിച്ച് കാമാഖ്യ ഒരു ഇതായിട്ട് പറയുന്നില്ല, മറ്റ് ശക്തിപീഠങ്ങളെ കുറിച്ച്. ഞാൻ എന്റെ അതിന് മാത്രമായിട്ട് കാമാഖ്യയുടെ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദേവീ സങ്കല്പങ്ങളില് കുറേ ഇതുപോലെ തന്നെ 108 54 4 പ്രത്യേകതയുള്ളതുണ്ട്. അതിലേറ്റവും പ്രാധാന്യമുള്ളത് കാമാഖ്യയാണ്. പിന്നെ ഏതാണ് നമ്മുടെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും 4 സ്ഥലങ്ങളിലും പറയാറുണ്ട് ശക്തിപീഠങ്ങൾ. കിഴക്ക് ഭാഗത്താണോ കാമാഖ്യ? കാമാഖ്യ എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റിലാണ്, ആസാമില്. ഞാൻ അടുത്ത കാലത്ത് കാമാഖ്യയെ കുറിച്ച് ഇട്ടിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. അതിനകത്ത് എല്ലാ ശക്തിപീഠങ്ങളെ കുറിച്ചും പറയണ്ടേ. അപ്പൊ അതിൽ ഓരോ ശക്തിപീഠത്തിനും പ്രാധാന്യം അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ്. ദേവിയുടെ ഏത് ഭാഗമാണ്, ഓരോരോ ഭാഗങ്ങൾക്ക് ഓരോ പ്രാധാന്യം ഉണ്ടല്ലോ. അത് ശിവൻ വന്ന് തപസ്സിരുന്നിട്ടുള്ള സ്ഥലം. മറ്റൊന്ന് പുരിയിലാണ്, വലിയ ദൂരമൊന്നുമില്ല, ഒറീസയും ആസാമും തമ്മിൽ. അതും നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് തന്നെയാ വരിക. ഓക്കെ. പിന്നെ താരാദേവി, താരിണി എന്ന് പറയുന്ന ഒഡീസയിൽ തന്നെയാണ്. ഈ ശക്തിപീഠങ്ങളൊക്കെ ആ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് തന്നെ 4 ഭാഗങ്ങളിലായിട്ട്, ഇന്ത്യയുടെ 4 ഭാഗങ്ങളല്ല. കൽക്കട്ടയിൽ തന്നെയാണ് കാളിയുടെ സങ്കല്പം. കാളി, താര, അവരുടെയൊക്കെ സ്ഥാനങ്ങളൊക്കെയാണ്. ഇപ്പൊ ദേവീ സങ്കല്പമൊക്കെ ആ ഭാഗത്താണ്. കാരണം ശിവൻ ഉമയെ കണ്ടതും ഉപേക്ഷിക്കപ്പെട്ടിട്ട് ആദ്യകാലത്തുണ്ടായിരുന്ന പാർവതിയുടെ സങ്കല്പങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ദേവിയുടെ സങ്കല്പവും ഒക്കെ ആ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതുകൊണ്ടാണ് അവിടെ ശക്തിപീഠങ്ങൾക്ക് പ്രാധാന്യം. തെക്ക് ഭാഗത്തും നമ്മുടെ ഭാഗത്തും ഗുജറാത്ത് ഭാഗത്തൊന്നും വന്നിട്ടില്ല. ശിവസങ്കല്പങ്ങൾക്ക് പ്രാധാന്യം ആസാം, കൽക്കട്ട, നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലാണ്. അവിടെയാണ് കാളി, താര ഒക്കെ ഉള്ളത്. ഒറീസയും വെസ്റ്റ് ബംഗാളും ആസാമും. ഒറീസയിൽ 2, വെസ്റ്റ് ബംഗാളിലൊന്നും, ആസാമിലൊന്നും. കേരളത്തിലും ശക്തി ആരാധന വളരെ പ്രബലമാണ്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ. ഇന്ത്യയുടെ ഭാഗങ്ങളിൽ നോർത്ത് ഈസ്റ്റ് കഴിഞ്ഞാൽ ഇക്വലന്റ് ആയിട്ട് ഉള്ള ദേവീ സങ്കല്പങ്ങൾ 50-ലധികം ദേവീക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. പരദേവത, കുടുംബദേവത സങ്കല്പങ്ങള് കേരളത്തിൽ മാത്രമേ ഉള്ളൂ, തമിഴ്നാടില്ല, ബാക്കി ഒരു സ്ഥലത്തും ഇല്ല. ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രത്യേകത രണ്ടും ഉണ്ട്. ഈ ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻ കൽക്കട്ടയും കേരളവും ഒരേപോലെയാണ്. പൊളിറ്റിക്കലിയും അതുപോലെയാണല്ലോ ഇപ്പോഴും, കുറച്ചു കാലം വരെയെങ്കിലും അറ്റ്ലീസ്റ്റ്. അതെ, എഴുത്തും സാഹിത്യവും ചിന്തയും ഒക്കെ ഒരേപോലെയാണ്. അത് മഴ കൊണ്ടിട്ട് വെള്ളത്തിൽ വീഴുന്ന നെല്ലിന്റെ ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് നെല്ലിന്റെ തണ്ടിന് നീളം കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ പുഴുക്കലരി ഉപയോഗിക്കുന്നത്. മഴ കൊണ്ട് നെല്ല് വെള്ളത്തിൽ വീണാൽ അത് അതുപോലെ തന്നെ പിന്നെ ഒന്ന് പുഴുങ്ങിയെടുത്താലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് കേരളം കഴിഞ്ഞാൽ ആസാമിലാണ്, വെസ്റ്റ് ബംഗാളിന്റെ കോർണറിലും ഒറീസയിലും ഒക്കെ ഉള്ളൂ പുഴുക്കലരി. ബാക്കി എല്ലായിടത്തും അധികം മഴയില്ല. ഇപ്പൊ ജിയോഗ്രഫിക് കണ്ടീഷനും ഒക്കെ അതേപോലെയാണ്. ഇപ്പൊ ഭാരതം പഠിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പഠിച്ച എളുപ്പാ. എല്ലായിടത്തും അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഒറീസക്കാർക്കും ആസാമിക്കും ബംഗാളിക്കും വന്നാല് കേരളത്തിൽ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ജീവിക്കാൻ പറ്റണേ. പരദേവത, കുടുംബദേവത ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രണ്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട് പല സ്ഥലത്തും. പരദേവത എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ദേവിയാണ്. പരാത്പരം, പരം എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ആണ്. കുടുംബം എന്ന് പറയുന്നത് എൻ്റെ കുടുംബമാണ്. അപ്പോൾ എൻ്റെ തറവാട് എന്ന് പറയുന്നത്, ഇപ്പം ഏതാണ് നിങ്ങളുടെ തറവാടെന്ന് ചോദിച്ചാൽ
മാരേജ് കഴിഞ്ഞ് നിങ്ങൾ റീസെറ്റിൽ ചെയ്യുന്നത് വരെ ചിലപ്പം അമ്മയുടെ താവഴിയോ അമ്മമ്മയുടെ താവഴിയോ ഒക്കെ ആയിരിക്കും. പക്ഷെ അമ്മയുടെ താവഴി ഏതാന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. അമ്മ വിവാഹം കഴിച്ചു വന്നപ്പോഴത്തേക്കും മാറിപ്പോയിട്ടുണ്ടാവും. ഇപ്പൊ കുടുംബം എന്ന് പറയുന്നത് ചെറിയ സങ്കല്പവും പരദേവത എന്ന് പറയുന്ന വലിയ സങ്കല്പവുമാണ്. ആ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ചിലർക്ക് പരദേവത തന്നെ ആവും കുടുംബദേവതയും. അങ്ങനെയൊക്കെ കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ ചിലർ അങ്ങനെ കൊണ്ടു നടക്കണമെന്നില്ല. ഇപ്പൊ ഞാനും പ്രിയയും ഒരേ തറവാട്ടിലാണെന്ന് പറയുന്നു. ശരിക്കും ഒരേ തറവാട്ടിലാണെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ പ്രിയയുടെ അച്ഛനാണ് ടി പി അല്ലേ പ്രിയ? അച്ഛനാണ്. പക്ഷെ പ്രിയ അച്ഛന്റെ തറവാട്ടിൽ നമ്മൾ ഒരേ തറവാടാന്ന് പറയും. എന്താ അമ്മയുടെ തറവാട് പറയാത്തപ്പോ? അപ്പൊ അമ്മ അച്ഛന്റെ അടുത്തേക്ക് വന്നപ്പോഴത്തേക്കും അവിടെയായി മാറി എന്നുള്ളതുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ തറവാട് ടി പി എന്ന് പറയുകയാണെങ്കിലും എൻ്റെ അമ്മയൊക്കെ എൻ്റെ തറവാട് ഞാൻ കണ്ടിട്ടേ ഇല്ല. അമ്മ വിവാഹം കഴിഞ്ഞിട്ട് അമ്മയുടെ അച്ഛൻ വിവാഹം കഴിച്ച് അമ്മയുടെ അമ്മയെ കൊണ്ടുവന്നതിന് ശേഷം അമ്മയുടെ അച്ഛൻ്റെ തറവാടിലായിപ്പോയി. കുടുംബവും തറവാടും ഒക്കെ ആയിട്ടുള്ള ബന്ധേ പോയി. അപ്പൊ അത് കുടുംബ ദേവതയാണ്. അപ്പൊ നടുവിൽ ഭഗവതി എന്ന് പറയുന്നതാണ് എൻ്റെ കുടുംബദേവത. കാരണം ഞാൻ താമസിച്ചത് അവിടെയാണ്. എൻ്റെ അച്ഛനും അമ്മയുടെ അച്ഛനും ഒക്കെ അവിടെയാണ്. അവിടെ ജീവിച്ചത് കുടുംബ പരദേവത ചോലി ഭഗവതി അല്ലെങ്കിൽ നടുവിൽ ഭഗവതി എന്ന് പറയാം നമ്മൾ. പക്ഷെ എൻ്റെ തറവാട് എന്ന് പറയുന്നിടത്തേക്ക് പോയി കഴിഞ്ഞാൽ പരദേവത വേറെയാണ്. ഓക്കെ, അങ്ങനെ തപ്പിപ്പോണ്ട്. ഇവരെല്ലാം ഒരേ അമ്മായി മക്കളും അമ്മയുടെ മക്കളും ഒക്കെ ആണെന്ന് വിചാരിച്ചാൽ മതി. എല്ലാം ഒരാൾ തന്നെയാണ്. ദോശയായാലും ഇഡ്ഡലി ആയാലും ഒരേപോലെ തന്നെ. രണ്ടിന്റെയും മാവൊന്നു തന്നെയാ, ഒഴിക്കുന്ന പാത്രം മാത്രമേ വ്യത്യാസമുള്ളൂ. എല്ലാം ഈ ചിന്തകളൊക്കെ ഉണ്ടാവുന്നതും ചോദ്യം ഉണ്ടാവുന്നതും ഹൃദയത്തിന്റെ ഉള്ളിലല്ലേ? അതുണ്ടാക്കുന്നത് ബ്രഹ്മാവാണ്. ഹൃദയ ഗുഹര മധ്യേ കേവലം ബ്രഹ്മ മാത്രം. ഹൃദയത്തിന്റെ ഉള്ളിൽ ബ്രഹ്മാവാണ്. അതുകൊണ്ടാണ് ചോദ്യം ഉണ്ടാവുന്നത്. അറിവിന്റെ തുടക്കമാണ് ഇതൊക്കെ. ഇതൊക്കെ നമ്മുടെ അറിവിന്റെ ഭാഗങ്ങളല്ലേ. പരദേവതയായി പോലും കുടുംബദേവതയായ പോലും ഇതൊക്കെ അറിവ് വെച്ചിട്ടല്ലേ പറയുന്നത്. അറിവ് ആരുടെ കയ്യിലാ? ബ്രഹ്മാവിന്റെ ഭാര്യയുടെ കയ്യിലാ. സരസ്വതി ആരുടെ കയ്യിലാ? ബ്രഹ്മാവിന്റെ കയ്യിൽ. തീർന്നില്ലേ കഥ? എല്ലാം ഒന്ന് തന്നെ. അതുകൊണ്ടല്ലേ ഗായത്രി സങ്കല്പത്തിൽ നമ്മൾ എല്ലാ ദേവിമാരെയും ഒന്നായിട്ട് കാണുന്നത്. അത്രേ വേണ്ടൂ. നിങ്ങൾ ആരെ വിളിച്ചാലും കുഴപ്പമില്ല എന്നാണ് ഭഗവാൻ കൃഷ്ണനും ഭഗവത്ഗീത പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എവിടെ വിളിച്ചാലും ആരെ വിളിച്ചാലും എല്ലാം എൻ്റെ അടുത്തേക്ക് വരുന്ന അയാൾ പറയും. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ അമ്മയുടെ സ്വാധീനം അല്ലെങ്കിൽ അമ്മയുടെ റോൾ എന്താണ്? അമ്മക്ക് റോളൊന്നുമില്ല. അമ്മ ചിന്തിക്കുന്നത് കുട്ടികൾ ചിന്തിക്കും. അതിനൊരു റോൾ പ്ലേയുടെ ആവശ്യമൊന്നുമില്ല. ഏതാണോ അമ്മയുടെ മനസ്സിൽ വരുന്ന ചിന്ത അത് അതുപോലെ കുട്ടികളിലേക്ക് പകർന്നു കിട്ടും. അല്ല, അങ്ങനെ ചിലപ്പോ നമ്മൾ നല്ല രീതിയിൽ വളർത്തി വന്നാലും അവരുടെ പല രീതിയിലും അവരുടെ കൂട്ട് സൗഹൃദം അതെല്ലാം ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും. ആദ്യം ഉണ്ടാവുന്ന ബേസിക് ക്യാരക്ടർ ഞാൻ പറയുന്നത്. ബേസിക് ക്യാരക്ടർ അമ്മയുടെ ഗർഭപാത്രം മുതൽ എന്നാണോ പ്രൊഡ്യൂസ് ചെയ്തത് അന്ന് മുതൽ ആ ക്യാരക്ടർ അതിനകത്ത് വരും. പക്ഷേ ക്യാരക്ടർ അല്ല പുറത്ത് കാണിക്കുക, സ്വഭാവമാണ്, ബിഹേവിയറാണ്. ബിഹേവിയർ മാറിക്കൊണ്ടേയിരിക്കും. ബേസിക് ക്യാരക്ടറാണുള്ളത്. പക്ഷെ നമ്മൾ കാണിക്കുന്നത് ബിഹേവിയറാണ്, ക്യാരക്ടർ അല്ല. ഇപ്പൊ ബിഹേവിയർ കിട്ടുന്നത് കൂട്ടുകെട്ടിലൂടെയാണ്. യഥാർത്ഥ ക്യാരക്ടർ ആർക്കാണെന്ന് ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, കാണാനും പറ്റില്ല, പ്രകടിപ്പിക്കൂല്ല. അത് പ്രകടമായി കാണുന്നതൊക്കെ ബിഹേവിയറാണ്. ആ ബിഹേവിയർ സെറ്റ് ചെയ്യാൻ കൂട്ടുകാർക്കും വിദ്യാഭ്യാസത്തിനും ഒക്കെ പങ്കുണ്ട്. അപ്പം ഈ ബിഹേവിയറിൽ കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് അവരുടെ ബിഹേവിയറിൽ അമ്മയ്ക്ക് എങ്ങനെയാണ് അവരെ സ്വാധീനിക്കാൻ പറ്റുന്നത്? നല്ല കൂട്ടാവുക, അവരോട് ഏറ്റവും നല്ല കൂട്ടുണ്ടാവുക, അവരോടുള്ള സങ്കല്പങ്ങൾ അവരോട് ഡിസ്കസ് ചെയ്യുക, ഡയലോഗ് ചെയ്യുക, സത്സംഗ് ഉണ്ടാക്കി കൊടുക്കുക. നല്ല സത്സംഗ് ഉണ്ടാക്കി കൊടുക്കലാണ് ഏറ്റവും നല്ല കണം. ഇപ്പം പാണ്ഡവന്മാരെ വളർത്തുന്ന സമയത്ത് മക്കളെ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്തത് ആരാ? അമ്മയാണ്. അപ്പൊ അത് നല്ല മക്കളായിട്ട് വന്നു. അതേ സമയത്ത് കൗരവന്മാരുടെ ഭാഗത്ത് എന്ത് പറ്റി? തെറ്റ്
അമ്മ കണ്ണടച്ചിരുന്നു. എല്ലാ അച്ഛന്മാരും അന്ധന്മാരാണ്, അമ്മമാരാണ് കണ്ണു തുറന്ന് ഇരിക്കേണ്ടവര്. ആ അമ്മ കണ്ണടച്ചിരുന്നത് കൊണ്ടാണ് മക്കള് ആ അവസ്ഥയിലേക്ക് പോയത്. അപ്പൊ അതുണ്ടാവണം. വല്ലാണ്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഓരോ സംഭവങ്ങളും ചെയ്യുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ആ സത്സംഗ് ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് അച്ഛന്റെ സത്സംഗ് ഉണ്ടില്ല, അമ്മയുടെ സത്സംഗാണ്. അപ്പൊ എന്റെ സ്വഭാവത്തിൽ മിക്കവാറും അമ്മയുടെ സത്സംഗാണ് എനിക്കുള്ളത്. അതുകൊണ്ട് അമ്മയുടെ സ്വഭാവം നല്ലപോലെ കിട്ടിയിരുന്നു എനിക്ക്. പക്ഷെ ബേസിക് ഫിസിക്കൽ ക്യാരക്ടറൊക്കെ അച്ഛൻ്റെയാണ്. പക്ഷെ ചെയ്യുന്ന കർമ്മങ്ങളിലൊക്കെ മിക്കവാറും അമ്മയുടെ ഇൻഫ്ലുവൻസ് നല്ലപോലെ കാണും. അപ്പൊ ബേസിക് ക്യാരക്ടർ അച്ഛൻ്റെ ആണെങ്കിലും എൻ്റെ ബിഹേവിയർ പാറ്റേൺ അമ്മയുടെയാണ്. അപ്പൊ എങ്ങനെയാ അമ്മയുടേത് വന്നത്? അമ്മയാണ് കൂടുതൽ കൂട്ടായിട്ടുണ്ടായിരുന്നത്, അമ്മയാണ് വളർത്തിയത് തന്നെ. അപ്പൊ ആര് വളർത്തുന്നു എന്നനുസരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടല്ലേ വളർത്തു ദോഷം എന്ന് പറയാം നമ്മൾ. നടപ്പ് ദോഷം വളർത്തു ദോഷം എന്നല്ലാതെ ഉണ്ടാക്കിയതിൽ ദോഷം പറയാറില്ല സാധാരണ, അല്ലേ? അപ്പൊ അത് അമ്മമാർക്ക് നല്ലപോലെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അമ്മയുടെ ചിന്തകൾ ഇൻഫ്ലുവൻസ് ചെയ്യും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഏറ്റവും ധൈര്യമുള്ള, ഏറ്റവും സന്തോഷമുള്ള അമ്മയുടെ മക്കളെ നോക്കൂ, അവർക്ക് സന്തോഷവും ധൈര്യവും ഒക്കെ ഉണ്ടാവും. അമ്മക്ക് വേവലാതിയുള്ള മക്കൾക്കൊക്കെ വേവലാതി ഉണ്ടാവും. ചിലപ്പോൾ അവർ ആ പൊസിഷനിൽ കാണിച്ചില്ല എന്ന് വരും, പക്ഷെ ഉണ്ടാവും, ഉള്ളിൻ്റെ ഉള്ളിൽ എന്തായാലും ഉണ്ടാവും, വരും, പുറത്തു വരും. അതേ സമയത്ത് അച്ഛൻ്റെ ബേസിക് ക്യാരക്ടറും അച്ഛൻ്റെ കൂടെ കുറച്ചു കാലം കൂടുതൽ ഇരിക്കാനൊക്കെ കാലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ കുറേ ഗുണങ്ങളൊക്കെ മക്കളിൽ വന്നു എന്നും വരും. പക്ഷെ മിക്കവാറും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അമ്മയുടെ ക്യാരക്ടർ. അതിപ്പില്ലെങ്കിൽ കുറെ കാലം കഴിയുമ്പോൾ വരും. ഇപ്പൊ ചിലരൊക്കെ ആ ടീനേജിലും അല്ലെങ്കിൽ അഡോളസൻസിലും 10-40 വയസ്സ് വരെയൊക്കെ ഒരാളെ കണ്ടാൽ ചിലപ്പം വ്യത്യസ്തമാണെന്ന് തോന്നും. പക്ഷെ ഒരു 40-50 വയസ്സൊക്കെ കഴിഞ്ഞ് നോക്ക്, അവരുടെ അമ്മയുടെ അതേ തനി സ്വഭാവം, തനി രൂപമൊക്കെ ആയിട്ട് മാറും. തനി പ്രകൃതി എന്ന് പറയില്ല നമ്മൾ, അതേപോലെ മാറും. എത്രയോ ആൾക്കാരെ കണ്ടിട്ട് നമ്മളങ്ങനെ ഇങ്ങനെയായിരുന്നില്ല, ശരിക്കും എൻ്റെ അമ്മ അങ്ങനെയായിരുന്നു, ഇപ്പൊ കാണുമ്പോൾ മനസ്സിലായത് അങ്ങനെയായിരുന്നു. അങ്ങനെയായിട്ട് വരും. ശരിക്കും അങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ പോസിറ്റീവ് നെഗറ്റീവിലോട്ട് നമ്മൾ ശ്രദ്ധിച്ച് നമ്മുടെ നെഗറ്റീവ് കുറച്ചു കൊണ്ടുവരണമെന്നല്ലേ? കുറച്ചുകൊണ്ട് എന്തിനാ കുറക്കണം, ഇല്ലാണ്ടാക്കിയാ പോരെ. ഞാൻ വെറുതെ പറയേണ്ട കാര്യമില്ല, പക്ഷെ ഞാൻ പറയാണ്. വീട്ടിലിപ്പോൾ ഞാൻ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ രാവിലെ വേസ്റ്റ് കളക്ട് ചെയ്യാൻ വരുന്ന ചെറിയ പയ്യനാണ്. ഓക്കെ, അപ്പോൾ മിക്കവാറും എന്തെങ്കിലും വായിലിട്ട് കൊടുക്കും ഞാൻ. കാരണം അവൻ്റെ കൈയൊക്കെ മിക്കവാറും ഈ വേസ്റ്റ് കളക്ട് ചെയ്യുന്നതായതുകൊണ്ട് ഞാൻ വായ തുറക്കാൻ പറയും. ചോക്ലേറ്റ് ഇട്ട് കൊടുക്കും. ഇന്ന് രാവിലെ അവൻ വന്ന് ചോദിച്ചത്, 30 വർഷം മുമ്പ് അവൻ്റെ അച്ഛന് ഞാൻ സൈക്കിൾ കൊടുത്തിട്ടുണ്ട്. അച്ഛന് സൈക്കിൾ കൊടുത്തിട്ട് 30 വർഷം മുമ്പ് എനിക്ക് എപ്പോഴാണ് സൈക്കിൾ തരാം? ഇപ്പൊ 30 വർഷം മുമ്പ് കൊടുത്ത സൈക്കിള് അവന്റെ അച്ഛൻ കഥ പറഞ്ഞ് അവന്റെ മകനെ അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കണം. മനസ്സിലാവുണ്ടോ? നമ്മൾ തന്നെ മറന്നു. എന്നോട് ചോദിച്ചു എപ്പോഴാ കൊടുത്തതെന്ന് ചോദിച്ചോ, എനിക്ക് ആ ഓർമ്മയില്ല. പക്ഷെ കിട്ടിയവര് മറക്കില്ലല്ലോ, അത് അവർക്ക് വലിയൊരു കാര്യമാണ്. അപ്പൊ നമ്മൾ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ചിലപ്പോൾ വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. ആ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അച്ഛൻ മക്കളോട് പറഞ്ഞപ്പോ ആ മക്കളിൽ ആ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. മനസ്സിലാവുണ്ടോ? അവരുടെ മനസ്സിലുണ്ടാവും. ചോദിച്ചോ ഇല്ലയോ, പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല, അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അത് ഉണ്ടാവും. അത് ഉണ്ടാക്കിയെടുക്കലാണ് ഒരമ്മയുടെയും അച്ഛന്റെയും പിതാക്കന്മാരുടെയൊക്കെ കടമ. മനസ്സിലായി? കാരണം ഞാൻ ചോക്ലേറ്റ് കൊടുത്തു എന്ന് ചിലപ്പോൾ വീട്ടിൽ പോയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. എനിക്ക് ചോക്ലേറ്റ് അല്ലേ കിട്ടിയിട്ടുള്ളൂ, എനിക്ക് ഇന്നത് കിട്ടിയെന്ന് അച്ഛൻ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. മനസ്സിലായോ? എൻ്റെ മുഖത്തെ പ്രസരിപ്പ് കണ്ടാൽ മതി, അപ്പൊ നമുക്കറിയാം ഒരു ബന്ധം ഉണ്ടെന്നുള്ളതാണ്. കാലാകാലങ്ങളായിട്ട് അത് ഒരു ഇന്ററാക്ഷനും ഇല്ല. ആകെ 2 മിനിറ്റോ 1 മിനിറ്റോ, ചിലപ്പോൾ ആഴ്ചയിൽ എല്ലാ ദിവസവും കാണൂല, 1-2 ദിവസമല്ലേ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷെ ആ ഒരു ചെറിയൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുമ്പോൾ നമ്മൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഒരു അമ്മയ്ക്ക് എത്ര ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആലോചിച്ച് നോക്കപ്പോ മക്കളെ, അല്ലേ? ഞാൻ അവനിൽ ഇൻഫ്ലുവൻസ് ഉള്ള എപ്പോഴാണ്? ആകെ ജീവിതത്തിൽ 3 പ്രാവശ്യം ചോക്ലേറ്റ് വാരിട്ട് കൊടുത്തായിരിക്കും. ഒരമ്മ മക്കൾക്ക് എത്ര പ്രാവശ്യം ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, എത്ര പ്രാവശ്യം വായിൽ ഭക്ഷണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു ഇൻഫ്ലുവൻസ് വേണ്ടേ? അവർ തോന്നലുണ്ടായാൽ മതി, മാനസികമായിട്ട് തോന്നലുണ്ടായാൽ മതി, ബാക്കിയൊക്കെ നടക്കും.
ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞു. മാഷെ മാഷെ ആ. ഞാൻ ഈ സിമ്പല് സ്വസ്തിക സിമ്പല് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ചൊന്ന് അറിഞ്ഞാൽ എങ്ങനെയാണ്, എന്താ അതിന്റെ പിന്നിൽ, അതൊന്ന് അറിയണമെന്നുണ്ടായിരുന്നു. അല്ല, രണ്ട് തരത്തിലാണ് നമ്മുടെ സാധാരണഗതിയിൽ ഈ വീട്ടിന്റെ ഒക്കെ എൻട്രി സമയത്ത് നമ്മൾ വരയ്ക്കും. ആ വരയ്ക്കുന്ന സമയത്ത് മിക്കവാറും വരയ്ക്കുന്നതിൽ ഏത് യാഗയജ്ഞ കർമ്മങ്ങളിലും കുറേ ജോമെട്രി വരയ്ക്കും. ആ ജോമെട്രി വരയ്ക്കുന്ന ഏറ്റവും കൂടുതൽ വരയ്ക്കുന്ന റൗണ്ടാണ്. എല്ലായിടത്തും റൗണ്ടും താമരയുടെ എതള് പോലെയുള്ള ഭാഗങ്ങളും ഒക്കെയാണ് വരയ്ക്കുക. കൃത്യമായിട്ടുള്ള ജോമെട്രിയിൽ വെച്ച് വരയ്ക്കുന്ന ഒന്ന് ത്രികോണാണ്. ഇതൊക്കെ ഇന്ത്യൻ സിമ്പിൾ തന്നെയാണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരയ്ക്കുന്നത് സ്വസ്തിക് സിമ്പിളാണ്. ആ ഒരു സിമ്പിൾ വരയ്ക്കാനുള്ള കാരണം കൃത്യമായിട്ടൊന്നുമില്ല. വ്യത്യസ്തമായ ഒരു രൂപഭാവങ്ങൾ ഉണ്ടാക്കിയെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ അതില് പലപ്പോഴും തെറ്റായിട്ട് ധരിച്ചിട്ടുള്ളത് നാസിക്കാരുടെയാണ് സ്വസ്തിക് എന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ട്. നാസി വംശജര് പണ്ട് സ്വസ്തിക്കാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അതില് നമുക്ക് ഇമ്പോർട്ടൻസ് തുടങ്ങാൻ കാരണം ഏറ്റവും നല്ല ഒരു റെപ്രസെന്റേഷൻ, ഏത് സർക്കിളും ജോമെട്രിയിൽ സാധാരണ പറയാറുണ്ട്, ഏത് സർക്കിളും ഒരു സ്ക്വയറിൽ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് പറയും. ഏത് സ്ക്വയറിനെയും ഒരു സർക്കിൾ ആക്കിയിട്ട് മാറ്റാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ബേസിക് ആയിട്ട് സർക്കിളാണ്. നിങ്ങൾ സ്വസ്തിക്ക് വരച്ചാൽ അതിന് എളുപ്പ സർക്കിളാക്കാൻ പറ്റും. പൂർണ്ണമായിട്ട് വരച്ചാൽ മാറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും, ഏച്ചു കൂട്ടിയതായിട്ട് തോന്നും. ചുമ്മാ ഒന്ന് സ്വസ്തിക്ക് വരച്ചു നോക്കുന്നിട്ട് ആ വട്ടം ഒന്ന് കറക്കി കഴിഞ്ഞാൽ അത് എളുപ്പമായിട്ട് സർക്കിളാക്കാൻ പറ്റും, പറ്റില്ലേ? അതാണ് അതിന്റെ കാരണം. സ്വസ്തിക്ക് എന്ന ഈ പേരിന് വലിയ പ്രത്യേകതയുണ്ട്. സ്വസ്ഥത എന്ന് പറയുന്നത് എന്താണ്? സ്വസ്ഥം എന്ന് പറയുന്നത് എന്താണ്? സമാധാനമാണ്. സ്വസ്ഥമായിട്ടിരിക്കുക എന്നുള്ളതാണ്, അല്ലേ? സ്വസ്ഥമാണ് നമുക്ക് വേണ്ടത്, സന്തോഷമല്ല വേണ്ടത്. സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റണം. വയസ്സാകുമ്പോൾ എന്ത് വേണമെന്ന് ചോദിച്ചാൽ എന്താ പറയാ? സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റണം എന്ന് വെച്ചാൽ ആരോഗ്യപരമായിട്ടിരിക്കാൻ പറ്റുന്ന അർത്ഥം. വെൽനെസ് എന്നാണ് അർത്ഥം. പ്രോസ്പിരിറ്റി എല്ലാം ഉണ്ടാവണം. അന്ധകാലേച്ച മനസ്സെ സ്മരേൻ, അവസാന കാലത്ത് വിചാരിച്ചാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? യോഗക്ഷേമം എന്നാണ്. സ്വസ്തി എന്ന് പറഞ്ഞാൽ യോഗക്ഷേമാണ്. അതുകൊണ്ടാണ് പരിപാലയന്തു, എന്ത്? സ്വസ്തി, സ്വസ്ഥത പരിപാലയന്തു എന്നാണ് പറയാ. സ്വസ്ഥമായിട്ടിരിക്കാൻ സാധിക്കട്ടെ, അങ്ങനെ പരിപാലിക്കാൻ സാധിക്കട്ടെ എന്നാണ് പറയാ. അപ്പോൾ ഇത് ജൈനിസത്തിലും ബുദ്ധിസത്തിലും ഹിന്ദുയിസത്തിലും എല്ലായിടത്തും ഈ സ്വസ്തിക് സിമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ വ്യത്യസ്തമായ തലങ്ങളുണ്ട്. ഒന്ന് മനുഷ്യൻ, ഒന്ന് ഭഗവാൻ, ഒന്ന് സാധാരണ സാത്വികമായിട്ടുള്ള ആനിമൽ, രാജസികമായിട്ടുള്ള ആനിമൽ, മൃഗത്തിൽ തന്നെ നല്ല മൃഗങ്ങളും വളരെ ക്രൂരമായ മൃഗങ്ങളും ഉണ്ടല്ലോ. ഇപ്പൊ 4 ലെവൽ എന്ന് പറയുന്നത് ഏറ്റവും ക്രൂരമായ മൃഗങ്ങൾ, വളരെ സാത്വികമായിട്ടുള്ള മൃഗങ്ങൾ. ആ മൃഗങ്ങളെക്കാളും കുറച്ചും കൂടി സാത്വികമാകുമ്പോഴാണ് നമ്മൾ ആരാവുക? മനുഷ്യന്മാരാവുക. അതിൽ നിന്നും കുറച്ചും കൂടി കൂടുമ്പോഴാണ്, റേറ്റ് കൂടുമ്പോഴാണ് നമ്മൾ ഭഗവാന്റെ ലെവലിലേക്ക് പോവുക. ഈ 4 ലെവലുകളും ആണ് 4 കളങ്ങളായിട്ട് സ്വസ്തിത്തിൽ കാണുന്നത് എന്നൊക്കെ ചിലർ ഇന്റർപ്രറ്റ് ചെയ്യുന്നു. ഇത് കറക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് ഇതിന് വലിയ പ്രാധാന്യം കൽപ്പിക്കാറുണ്ട്. എല്ലാ ഇതിലും പ്രാധാന്യം കൽപ്പിക്കാറുണ്ട്. പിന്നെ നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ് ഇതൊക്കെ തുറന്നു കിടക്കുന്ന ഒരു ഭാഗമാണ്. അടച്ചുപൂട്ടുമ്പോഴല്ലേ അതിനൊരു കൺട്രോൾഡ് സിസ്റ്റം ആവുള്ളൂ. തുറന്നു കിടക്കുമ്പോൾ ഇതിന്റെ നോർത്ത് തന്നെയാണ് മറ്റേതിന്റെ ഈസ്റ്റും, മറ്റേതിന്റെ ഈസ്റ്റ് തന്നെയാണ് ഇതിന്റെ നോർത്തും. അത് ഒരു ലോകത്തിന്റെ ഒരു പരിച്ഛേദനമായിട്ട് കാണാൻ പറ്റും, ഒരു യൂണിവേഴ്സൽ സിമ്പിൾ ആണെന്ന്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയാം. അപ്പൊ സ്വസ്തിക് എന്ന് പറയുന്നത് നമ്മൾ ബാക്കി എന്ത് എഴുതുമ്പോഴും ബാക്കി എല്ലാവരെയും ഇൻക്ലൂസീവ് അല്ല. ഇതാവുമ്പോൾ യൂറോപ്പുകാരെയും ഇൻക്ലൂസീവ് ആണ്, ബ്രിട്ടീഷുകാരെയും ഇൻക്ലൂസീവ് ആണ്, ജൈനിസത്തിനും ഇൻക്ലൂസീവ് ആണ്, ബുദ്ധിസത്തിനും ഇൻക്ലൂസീവ് ആവും. ഓം എന്ന് എഴുതുമ്പോൾ നമ്മൾ ഹിന്ദു ആണെന്ന് തോന്നും. സ്വസ്തിക് എഴുതിയ ജൈനും ഹിന്ദു ഒക്കെ അത് ഏറ്റെടുത്തോളും. അതുപോലെ തന്നെ ബുദ്ധമതക്കാരും ഏറ്റെടുക്കും. അതുകൊണ്ട് ഒറിജിനായിട്ടുള്ള ഹിന്ദുവിന്റെ വ്യത്യസ്ത ഭാവങ്ങളും ഒക്കെ ഉൾപ്പെടുത്തണമെങ്കിൽ സ്വസ്തിക് സിമ്പിൾ ആയിരിക്കും കുറച്ചും കൂടി മെച്ചം. അതുകൊണ്ടാണ് അതിന് പോപ്പുലാരിറ്റി കൂടുതൽ.
പക്ഷെ അതേപോലെ ഈ ഡോട്ട് ഇട്ടതും ആ കളങ്ങളിൽ ഓരോ ഡോട്ട് ഇട്ടതിലും വേറെ എന്തെങ്കിലും ഉണ്ടോ? അത് എല്ലായിടത്തിലും ഡോട്ടൊന്നും ഇടാറില്ല. ചില സ്ഥലത്ത് ഓം എഴുതും, അതിന്റെ മുകളിൽ തന്നെ ഓം എഴുതും. അപ്പൊ അതിനിടയിൽ ഇപ്പൊ നമ്മള് ഇതിപ്പോ ഹിന്ദുമതം എന്ന് പറഞ്ഞപ്പം ഹിന്ദു മതമല്ല സംസ്കാരമാണ് എന്ന് പറഞ്ഞു. ഈ മതം എന്ന് പറയുമ്പോൾ കൂടിച്ചേരുന്ന എന്നുള്ളൊരു മതം എന്ന് പറഞ്ഞാൽ ഇഷ്ടം എന്നാണ് അർത്ഥം. ഇഷ്ടം മതം. അഭിമതം, എന്റെ ഇഷ്ടം എന്നല്ലേ പറയാം. അപ്പൊ മതം ഇഷ്ടമാണ്. അത് ഓരോരാൾക്കും ഓരോ മതം, ഓരോ ഇഷ്ടം, അത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ. അത് ഇംഗ്ലീഷിലാകുമ്പോൾ റിലീജിയൻ എന്ന് പറയുമ്പോൾ റിലീജിയൻ എന്ന് പറഞ്ഞാൽ കൂട്ടിയോജിക്കുക എന്നാണ്, സൊസൈറ്റി എന്ന അർത്ഥം. ഒരേ ഇഷ്ടമുള്ളവരൊക്കെ ഒരേ കൂട്ടത്തിൽ പെടുന്നു. ഇങ്ങനെയാണ് റിലീജിയൻ എന്നുള്ള വാക്ക് വന്നത്. യൂണിയൻ എന്നുള്ള അർത്ഥമാണ് റിലീജിയൻ. രേണുക അമ്മക്കൊന്നും ചോദിക്കാനില്ലേ? എഴുതുമ്പോ നല്ലോണം എഴുതുക ചെയ്യും. ചോദ്യം ഒന്നല്ല, എഴുതുക ചെയ്യും. എനിക്ക് സ്പെഷ്യൽ ആയിട്ട് എഴുതാറുണ്ട്, അറിയോ? അത് നമ്മളറിയാം.